ബക്കറ്റ് ചിക്കൻ എന്ന ഒരു പൊളിഞ്ഞ നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം പേരാണ് ബീഫ് ഗ്രിൽഡ്. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ബീഫ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഗ്രില്ല് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഗ്രില്ല് നമ്മുടെ അച്ചാച്ചനായിട്ട് നമുക്ക് റെഡിയാക്കിക്കൊണ്ട് തരുവാണ്. അതായത് നമ്മൾ ആദ്യം വന്നിട്ട് നമ്മുടെ ഗ്രില്ല് ഒന്ന് ചുട്ടെടുക്കാനായിട്ട് കല്ലൊക്കെ വെച്ചൊന്ന് സെറ്റപ്പ് ചെയ്യണം. അച്ഛൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഇപ്പോൾ ബീഫ് ഗ്രില്ലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ചാച്ചൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചൻ്റെ മേൽനോട്ടം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഫ്ലോപ്പ് ആവില്ല എന്ന് വിചാരിക്കുന്നു. തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രില്ലിൽ ഇങ്ങനെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. പിന്നെ ഇരുമ്പിൻ്റെ കമ്പി ആയതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ സെറ്റപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇരിക്കാനൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ ഗൈസ്, ബക്കറ്റ് ചിക്കൻ എന്ന പൊളിഞ്ഞ നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയൊരു ഐറ്റമാണ്. ബീഫിൽ പിടിക്കാനായിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിരട്ട വെച്ചിട്ട് അത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒക്കെ ഒന്ന് കത്തി പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രില്ല് ഇവിടെ ഉണ്ട്, അടുത്ത് സെറ്റ് ചെയ്യണം. അച്ചാച്ചയാണ് എന്താണ് മേൽനോട്ടം. നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു സെലിബ്രിറ്റീനെ കിട്ടിയിട്ടുണ്ട്. സെലിബ്രിറ്റി മിസ്റ്റർ വിനോദ് വെളിയനാട്. നമസ്കാരം. സെലിബ്രിറ്റി ഒന്നുമില്ല, സാധാരണ മനുഷ്യനാണ് കേട്ടോ. കുറച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ സീരിയലിലൊക്കെ ആയിട്ട് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ 3-4 സിനിമയൊക്കെ അസോസിയേറ്റ് ചെയ്ത് പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ആൽബം ഡയറക്റ്റ് ചെയ്ത്, അത്രേ ഉള്ളൂ. നമ്മള് പാവം മനുഷ്യൻ. എന്താണ് ആൽബത്തിന്റെ പേര്? ആൾക്കാർക്ക് എന്നും നിങ്ങൾ ഓർമ്മിച്ചിരിക്കാനായിട്ട് എന്നും എന്നാണ് ആൽബത്തിന്റെ പേര്. അത് പാടിയിരിക്കുന്നത് അഭിജിത്ത് കൊല്ലം അല്ലെ? അഭിജിത്ത് കൊല്ലം. ഓക്കെ. ഇതിൻ്റെ ഗാനരചന രാജേഷ് റോഷനാണ്. അദ്ദേഹം ഒരു ജവാനാണ്. ജവാൻ മീൻസ് കുപ്പിയല്ല. അദ്ദേഹം ഇപ്പോഴും സർവീസ് ജോലി ചെയ്യുന്ന ഒരാളാണ്. രാജേഷ് റോഷൻ, പത്തനാപുരം. അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. നമ്മൾ നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഞാനും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ ഞാനിവിടെ വന്നപ്പോഴത്തേനും ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇവിടെ ഞാനൊരു ഹോമമാണെന്നാണ് വിചാരിച്ചത്. അതിവിടെ എന്തെങ്കിലും പൂജ നടക്കുകയെന്നാണ്, ഭൂമി പൂജയോ അതുപോലെ ഹോമമൊക്കെയാണെന്നാണ് വിചാരിച്ചത്. ഈ ഹോമം നടക്കണമെങ്കിൽ എന്താണേലും ഒരു പരികർമ്മി വേണമല്ലോ. പക്ഷെ ഞാൻ കണ്ടപ്പോഴത്തേനും പക്ക ഒരു സ്വാമി, ഇത് നോർത്ത് ഇന്ത്യ സ്വാമിയാണെന്ന് ആദ്യം വിചാരിച്ചത്. ഹിന്ദിയിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കും മനസ്സിലായില്ല. ഇദ്ദേഹമാണ് എന്റെ പരികർമ്മി. ഹോമം ഇവിടെ ഇലയൊക്കെ ഒന്നാമത്തെ കാര്യം, എന്റെ ജീവിതം കരി വരേണ്ട ജീവിതമാണ് എന്റേത്. പിന്നെ ഇത് എന്റെ അച്ഛന്റെ അനിയനാണ്, വിശ്വപ്പാപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വിശ്വപ്പാപ്പൻ. നല്ല മനസ്സിനുടമയാണ്. ചാച്ചന്റെ നേതൃത്വത്തില് ഞങ്ങൾ കുപ്പിയും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. ഐശ്വര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ വരുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാ കമ്മിറ്റ് ചെയ്തേക്കുന്നത്? കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾറെഡി അസോസിയേറ്റ് ഡയറക്ടർ കാത്തൊരു കല്യാണം എന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ. കാരണം എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ഡയറക്ടർ ജെയിൻ ക്രിസ്റ്റഫർ സാറാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. ശിഷ്യനാണ്, അരുമ ശിഷ്യൻ എന്ന് വേണേലും പറയാം. എത്ര ചിത്രങ്ങൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു? ഇപ്പൊ 2 ചിത്രം. അടുത്ത ചിത്രം ഇപ്പൊ അണിയറയിൽ ഇങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ആ പടത്തിൽ നമ്മളുണ്ട് എന്നാണ് വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ ശിക്ഷണം എന്ന് പറഞ്ഞാൽ പക്ക നല്ലൊരു മനുഷ്യൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് ഒരു ജാടയൊന്നുമില്ല. ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. നമ്മൾ ഇപ്പോൾ ഒരു 2 സിനിമ കൊണ്ട് ഒരു സിനിമയുടെ മൊത്തം കാര്യങ്ങളും പഠിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു. ജീവിതം മൊത്തം സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. കാരണം ഞാൻ ഇന്ന് വരെയായിട്ട് 10 പൈസ സമ്പാദിച്ചിട്ടുള്ള ഒന്നുമില്ല. നമ്മളിപ്പോഴും സിനിമാക്കാരെന്നുള്ള പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുക. കാരണം വെളിയനാട്ട് വന്ന് ആദ്യമായിട്ടാണ് സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് 25 വർഷം മുമ്പ് ജഗപുക എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന ചാനലിൽ വരുന്നത്. അന്ന് വിനോദം അതൊന്നും നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായത് അടുത്ത കാലത്താണ്. നമ്മുടെ നാട്ടിൽ വലിയ കലാകാരന്മാരുണ്ട്. പിന്നെ പ്രമോദ് വെളിയനാട്, അദ്ദേഹമൊക്കെ വലിയ സിനിമാ താരങ്ങളൊക്കെ ആയാലും അവരോടൊപ്പം ഞാൻ ഓടി
ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി എത്താനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും. നമ്മുടെ ഇവിടെ പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചാച്ചി ഗ്രില്ല് വെച്ചിട്ട് അതില് എണ്ണയും കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് കൃത്യ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ആ വാഴയിലൊന്ന് പൊക്കി നോക്ക്. വാഴയില പൊക്കി നോക്കണം. ഓക്കെ, ആ വാഴയില പൊക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ പീസ് വെക്കുന്നുണ്ട്. എന്റെ ദോഷങ്ങളെല്ലാം തീരണേ. അപ്പം എണ്ണ തേച്ച് കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ നമ്മള് ബട്ടർ തേച്ച് കൊടുക്കാൻ പോവാണ്. റെഡിയായോ? അപ്പൊ നമ്മൾ ആയത് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുവാണ്. കൂടുതൽ നേരം വെച്ചാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ചെറുതൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയാക്കി, ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓൾ സെറ്റ്. അവിടെ ബീഫും സെറ്റ്. അച്ചാച്ചന്റെ മേൽനോട്ടത്തിൽ നമ്മുടെ ബീഫൊക്കെ അടിപൊളിയായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം കുക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ക്ഷീണിതരാണ്. അപ്പോൾ ആ ക്ഷീണം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജു. നമ്മുടെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം. സോഡ നാരങ്ങ വെള്ളം. എനിക്ക് പ്രഷറുണ്ട് കേട്ടോ. ആണോ? എന്നാ പ്രഷറുള്ളവർ കുടിക്കണ്ട. അശോകന് ക്ഷീണം ആവാം. അയ്യോ, അശ്നേന ശാന്തി അല്ല, ഉഷ്ണം ഉപ്പേന ശാന്തി. ഓക്കെ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേന് അവര് ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ഈ ഫെബ്രുവരിയിലും ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. പക്ഷെ ഇവര് വന്നപ്പോഴത്തേന് നമ്മളെ ആദ്യം സ്വീകരിച്ചത് നല്ലൊരു തണുത്ത വെള്ളം തന്നിട്ടാണ്. ഉഷ്ണം ഉപ്പേന ശാന്തി, ഉപ്പിട്ട നല്ലൊരു നാരങ്ങ വെള്ളം തന്നു. താങ്ക് യു. ദാഹം കൊണ്ട് കുടിക്കുകയാണ്. ദാഹം കൊണ്ട് കുടിക്കുകയാണ്. ചൂടടിച്ചിട്ട് ദാഹം കൊണ്ട് ചരുവ കമത്തി. രക്ഷയില്ല, ഭയങ്കര ചൂടായിട്ട് അടിച്ചു. വിശപ്പിന്റെ വിളിയ ഇതിന്റെ നാട്ടുകാർക്ക് അതിന് മുമ്പ് ഒരു വെയിറ്റ്, ഞാൻ വരട്ടെ. നമ്മൾ ഇതിന് മുന്നേ നാരങ്ങ വീട് നോക്കിയാ ആദ്യം ഒരു പീസ് എടുത്ത് അച്ചാറ്റൻ ഒരു പീസ് എടുക്കുന്നുണ്ട്. അടിപൊളി സാധനം. അടിപൊളി അടിപൊളി. ഇങ്ങനെ ഇവിടെ അടിപൊളി സൂപ്പറായി. അതിനോളിയാ ഒരു പീസ് എടുത്തോ. സത്യം പറഞ്ഞോണ്ടല്ലോ, ഞാനിത് കണ്ടപ്പോഴത്തേന് ബീഫ് കൊണ്ട് അത്തപ്പൂ ഇട്ടിരിക്കുന്ന ആദ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഗ്രിൽഡ് ബീഫ് നന്നായിട്ടുണ്ട്. എന്തായാലും ഞാനൊരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. വേവൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ വേവ്, എല്ലാം നല്ല കറക്റ്റ്, ഒന്നും പറയല്ല. എല്ലാവരും നിങ്ങൾ ഇതെല്ലാം പരീക്ഷിക്കാൻ നല്ല സൂപ്പറാണ്. അതുപോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു പ്രിപ്പറേഷനുമായിട്ട് നമ്മൾ എത്തുന്നതാണ്. നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്ഷീണത്തിലിരിക്കുക. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് ആറ്റിലൊന്ന് ചാടിയാലോ? ഞാനും ഓക്കെ.